ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നൂറ ഹബീബ് ആറ്റക്കോയ തങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ തന്നെയാണ്. നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന പല സംഭവ വികാസങ്ങളാണ് നൂറ ഹബീബ് ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് ഒരു സഹോദരി നൂറ ഹബീബ് ആറ്റക്കോയ തങ്ങളെ അടുത്ത് വന്നതാണ്. ഈ സഹോദരി പറയുന്നത്, എനിക്ക് 19 വയസ്സുള്ള ഒരു പൊന്നു മോളുണ്ട്. അവരുടെ വിവാഹത്തോട് ബന്ധപ്പെട്ട എന്തോ കാര്യം പറയാനാണ് ആ സഹോദരി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 19 വർഷമായി ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായിട്ട് എനിക്കൊരു കുഞ്ഞും കൂടെ വേണമെന്ന് ആഗ്രഹമുണ്ട് തങ്ങൾ ഉപ്പാപ്പ. അപ്പോൾ ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തു, പക്ഷേ എനിക്ക് ഇതുവരെ അതിനുള്ളൊരു ഫലം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുപ്പാപ്പ ആ സഹോദരിയോട് പറയുകയാണ്, താങ്കൾക്ക് ഇവിടുത്തെ സലാത്തിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് സഹോദരി എന്ന് പറഞ്ഞപ്പോൾ, തീർച്ചയായിട്ടും എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി സലാത്തിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടതാണ്. മേലെ കുളക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആ വീക്കിൽ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്ങാനും ഉണ്ടാവുന്ന വലിയ സ്വലാത്തിൻ്റെ മജ്‌ലിസിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. വലിയ തിക്കും തിരക്കായിരിക്കും. അതിൻ്റെ ഫലം എന്ന് വെച്ചാൽ അതാണ്. ഒരുപാട് ഫലം, ഒരു ഫലമില്ലാതെ അത്രയും ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ സലാത്തിൻ്റെ മജ്‌ലിസിൽ സഹോദരി താങ്കൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പങ്കെടുക്കാൻ തയ്യാറാണെന്ന് ഈ സഹോദരി പറയുകയും, അതുപോലെ തന്നെ അങ്ങനെ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വൈകാതെ തന്നെ ഒരു 1-2 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ അള്ളാഹു തരുന്നതാണ് എന്ന് പറയുകയും, ഒരു ഗർഭം ധരിക്കാൻ സാധ്യതയുണ്ടെന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ സലാത്തിൽ പങ്കെടുക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ് ആ സഹോദരി ആ നൂർ ഹബീബ് ആറ്റക്കോയ തങ്ങളുടെ സലാത്തിൽ പങ്കെടുക്കുകയും വളരെ ഒന്നിച്ചില്ലാ മാസം കൊണ്ട് ആ സഹോദരി ഗർഭിണിയാവുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാ. അതായത് സലാത്തിൽ ഫാത്തിഹ ഓതുന്ന ഏത് നാവായാലും ആ നാവിന് അള്ളാഹു പെട്ടെന്ന് തന്നെ പ്രാർത്ഥന കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സഹോദരി അങ്ങനെ ഗർഭിണിയാവുകയും അതിന് സന്തോഷം പങ്കുവെക്കുവാൻ ഇവിടെ നൂർ ഹബീബ് ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് വന്ന നേരിട്ട് പറയുകയാണ് ലൈവായിട്ട്. അപ്പോൾ നിങ്ങൾക്കും അവരെന്താണ് പറയുന്നത് നിങ്ങൾക്കും കേൾക്കാം. നിങ്ങൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, ഇത് ഫുള്ളായിട്ട് കേൾക്കണം. അതുപോലെ തന്നെ വേറെ 1-2 അത്ഭുത കാര്യങ്ങളും തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തങ്ങളുപ്പാപ്പാനോട് നേരിട്ട് ആ വിവരങ്ങളെല്ലാം, ആ വിഷയം, ആ സന്തോഷം പങ്കുവെക്കുകയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സഹോദരി എന്താണ് പറയുന്നത് നമുക്ക് നേരിട്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു 2-3 മാസം മുമ്പ് ഒരു മാസം മുമ്പ് ഇവളിൻ്റെ അടുത്ത് വന്നിരുന്നു. മോള് വന്നത് മോളെ ഒരു 10 വയസ്സായി മോക്ക്, 19 വയസ്സായി മോക്ക്. അപ്പൊ ആ മോളെ ഒരു വിഷയമായിട്ട് വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, തങ്ങളെ വെച്ച് 2ാമൊരു കുട്ടി ഉണ്ടാണെന്നത്. ഇജ്ജ് സലാത്ത് ഇരിക്കണ്ടോ ചോദിച്ചു. എന്താ പറയപ്പോ ഉണ്ട് പറഞ്ഞു. ഇന്നാൾക്ക് 2ാമത് കുട്ടി വേഗം ഉണ്ടാവുന്ന പറഞ്ഞു. 1 മാസമായിട്ടുള്ളൂ, ഓള് ഗർഭിണിയാണ്. അതൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, കേട്ടോ. 19 വർഷത്തിന് ശേഷം ഒരു ഗർഭിണിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് അള്ളാഹു പൂർണ്ണ സംരക്ഷണം അള്ളാഹു കൊടുക്കട്ടെ. 19 കൊല്ലാണ്. അപ്പൊ അതാണ് ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ചില ആൾക്കാർ ഇന്ത്യക്ക് വന്നാൽ വർത്താനം പറയണോ, വർത്താനം പറയല്ലോ, ഞങ്ങൾ വന്ന് പറയൂടെ. ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, തങ്ങളെ ഒരു രോഗമൊക്കെ ആയിട്ട് വന്നാല് ഒരു രോഗം, ഒരു പ്രശ്നക്കായിട്ട് എന്നോട് വന്നാൽ ഓരോരുത്തർ പറയലുണ്ട്, പുറവിടായി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ഏൽപ്പിച്ചതാണ്, ഇത് ആർക്കിച്ചില്ലതാ വരുന്നത് ഞാനാണ്. അപ്പോ ചില ആൾക്കാർ വന്നിട്ട് ഓരോ പ്രയാസങ്ങൾ പറയുമ്പോഴേ ഞാൻ മരുന്ന് എഴുതി കൊടുക്കും. അപ്പൊ എന്നോട് ഓരോ പറയുന്നത് മരുന്നൊന്നും വേണ്ട, നിങ്ങളെ നാവുകൊണ്ട് പറഞ്ഞാൽ മതി. കേട്ടിട്ടില്ലേ? അത് തെറ്റാണ്. രോഗം വന്നാൽ മരുന്ന് കുടിക്കണം, കണ്ണേർ വന്നാൽ ബാത്തിലാക്കണം, സിഗർ വന്നാൽ ബാത്തിലാക്കണം. അല്ല, നിന്റെ നാവിന് ഫലമൊന്നുമില്ല. ചില ആൾക്കാർ പറയുന്നുണ്ട് എന്റെ മേത്തൊന്ന് കുട്ടിച്ചെയ്ത്താനൊക്കെ ഉണ്ട്. അല്ല, ആൾക്കാർ പറയുന്നതാണ് ജിന്നുണ്ട്, അതുകൊണ്ടാണ് അയാൾ പണ്ടൊക്കെ സംഭവിക്കുന്നത്. അതൊന്നുമല്ല, സ്വലാത്തിന്റെ പവറാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മള് 19 വർഷത്തിന് ശേഷം അള്ളാഹു ഓളെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് ഒരു വിഷമം കേട്ടോ. ഒരു വഴിയില്ലാത്തൊരു ഒരു വഴി കിട്ടി. റബ്ബിന്റെ കഥയാണ്, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ വഴി ബ്ലോക്ക് ആക്കരുത്. ആക്കുകയാണെങ്കിൽ ആരും അങ്ങോട്ട് വിടരുത്. ഇവിടെ ഇതിന്റെ ഉള്ളിൽ ആരും വന്നിരിക്കാൻ
ഒരു പൊന്നുമോൾക്ക് അപസ്മാരത്തിൻ്റെ അസുഖമാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് പക്ഷേ ഒരു കുറവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തങ്ങളുപ്പാപ്പാൻ്റെ അടുത്ത് നൂറ ഹബീബി ആറ്റക്കോയ തങ്ങളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഇതാ 2-3 മാസമായി ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്ത് പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ ഇതാ അൽഹംദുലില്ലാ ആ പൊന്നുമോൾക്ക് അപസ്മാരത്തിൻ്റെ അസുഖം പറ്റെ വിട്ടുപോയിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ആ വിവരം നിങ്ങളോട് നേരിട്ട് പങ്കുവെക്കുന്നതാണ്. അസുഖമില്ലാതിരിക്കുക. അല്ലാഹു നമുക്ക് തല മുതൽ കാല് വരെ പല പല രോഗങ്ങൾ അല്ലേ. ഇപ്പൊ നമ്മളെ ഇപ്പോൾ 50 ആൾക്കാരിക്കേണ്ടി 50 പേർക്കും 50 അസുഖങ്ങളുണ്ടാവും. ഒരു ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 15 വർഷം മുമ്പ് കയറി കൂടുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിനെ പരിശുദ്ധമായ കലാമ് തോൽപ്പിച്ച ക്യാൻസർ ഷിഫയാവും. അള്ളാഹു ഷിഫയാക്കി തരട്ടെ. അങ്ങനെ വല്ല രോഗത്തിന് അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹു കരിച്ചു കളയട്ടെ. അപ്പൊ ഈ പൊന്നുമോൾ ഇവിടെ വന്നു. പൊന്നുമോൾക്ക് അപസ്മാരം എന്ന് പറയുന്ന രോഗമാണ്. അള്ളാഹു ആ അപസ്മാര രോഗം എന്ന് പറഞ്ഞാൽ വലിയ പാടാ. നമുക്ക് എവിടെയും പോകാനോ ഒന്നിച്ച് പോകാനൊന്നും പറ്റൂല. വല്ല കല്യാണ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെ വീട്ടിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. അള്ളാഹു അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ശിഫ നൽകട്ടെ. അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മളെ സ്നേഹിച്ചവർക്കൊന്നും അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. അപ്പൊ അതിന്റെ കല്യാണം കൂടിയാണ്. അള്ളാഹു ആ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മുടെ കല്യാണം നിശ്ചയിച്ച് ഇവിടെ വന്നു തങ്ങളെടുത്ത് തങ്ങൾ പറഞ്ഞത് മാറും എന്ന നാവ് കൊണ്ട് പറഞ്ഞോളൂ. ഈ പറയാൻ കാരണം നാവ് കൊണ്ട് പറഞ്ഞാൽ അത് പടച്ചൻ സ്വീകരിക്കുമെന്ന് പറയുന്നത് സലാത്തുൽ ഫാത്തിഹ ചെല്ലുന്ന നാവാണ്. നിങ്ങൾ കാണുന്ന 2 ലൈവ് മേലെ കൊടുക്കാട് തങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തുന്ന രാവിലെ സുബഹി കഴിഞ്ഞാലും മഗ്രിബ് കഴിഞ്ഞാലും ഉടനെ തുടങ്ങുന്ന സലാത്തുൽ ഫാത്തിഹ. സലാത്ത് ചെല്ലുന്ന നാവ് ഇബ്ലീസ് കടക്കൂല അവരുടെ ശരീരത്തിൽ. ഞാൻ പറഞ്ഞാൽ അള്ളാന്റെ റസൂല് പറഞ്ഞാണ്. അപ്പൊ റസൂൽ പേരേക്കുമ്പോ സലാത്ത് പറഞ്ഞിരിക്കുന്ന ചായ കുടിച്ചില്ലേ തങ്ങളൊരു മാതിരി തങ്ങളുടെ വാക്ക് കടയെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മലയാളികളല്ലേ. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ സലാത്ത് ചെല്ലണം. അപ്പൊ നാവ് കൊണ്ട് പറഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞാൽ ശരിയാവും. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള സഹോദരിമാരും സഹോദരന്മാരൊക്കെ നമ്മൾ എവിടെ പോയാലും 100 കണക്കിന് ആളുകൾ കാണാൻ വരുന്നത്. അള്ളാഹു നിങ്ങൾക്കും നാളെ ഫദ്ല് പറയാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ. തല മുതൽ കാല് വരെയുള്ള എല്ലാ രോഗവും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അള്ളാഹു ഈ സഹോദരിക്ക് അള്ളാഹു നല്ലൊരു കുടുംബജീവിതം നൽകുമാറാകട്ടെ. തക്ബീർ ചൊല്ലി സഹോദരിക്ക് വേണ്ടി അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ വീട്ടിലും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ആമീൻ. ആമീൻ പറഞ്ഞത് ഉമ്മമാരാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടും. നമ്മളൊക്കെ ആമീൻ അല്ലാഹു സ്വീകരിച്ച ഞങ്ങളും കഴിച്ചില്ലേ. മനസ്സിലായി. ഈ മന്ത്രികളുടെ ആണുങ്ങൾ വന്ന് മന്ത്രിക്കാനുള്ള ആൾക്കാർ അവർക്കും അല്ലാഹു ഹൈറായ കുടുംബജീവിതം നൽകട്ടെ. ഒരു കൊല്ലം മുമ്പ് മിഠായി കൊടുത്തു. കല്യാണം വന്നു. അങ്ങനെ ഇവിടെ വന്ന് അൽഹംദുലില്ലാ ഉമ്മ സലാത്തുൽ ഫാത്തിഹ മജ്ലിസിലേക്ക് ഇരിക്കണം. അപ്പൊ ആ സലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നതാണ് തങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് റെഡിയാവുന്നത്. അങ്ങനെ കല്യാണം കഴിഞ്ഞാ എല്ലാരും പറയും വിളിക്കാതെ ആരും വിളിക്കലൊന്നുമില്ല. അത് വരാൻ ചില സമയത്താ. അപ്പൊ വെറുതെ പറഞ്ഞാൽ വിളിച്ച സമയം വിളിച്ച കല്യാണത്തിന് ഇന്നൊരു കല്യാണം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നൊരു അഗ്നിന്റെ മകളുടെ കല്യാണം പോകാൻ പറ്റില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു ആ പൊന്നു മോളുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. സ്വാലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അംഗവൈകല്യമൊന്നുമില്ലാത്ത മക്കളെ നൽകട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന ഇരുത്താണ്. ഈ ഉമ്മായും ഞാൻ ആദ്യം പറഞ്ഞ മാതിരി നിങ്ങളെപ്പോലെ കസേരയിൽ ഇരുന്നാണ്. ഞാനിവിടെ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള തങ്ങന്മാർ ഇവിടെ നിന്ന് ഫദ്ല് പറയുമ്പോൾ ആ ഉമ്മായും നിങ്ങളെ പോലെ തക്ബീറും ആമീനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണ്. ഇന്നിപ്പോൾ ആ ഉമ്മാക്ക് ഫദ്ല് പറയാൻ ഭാഗ്യം കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദ്ല് കൊണ്ട് നിങ്ങൾക്കും നാളെ ഫദ്ല് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക 2 നേരം സലാത്തുൽ ഫാത്തിഹ തുറക്കപ്പെടുന്ന സലാത്താണ്. ഞാനൊക്കെ പഠിച്ചത് തങ്ങളെ കൂടെ ആദ്യം തങ്ങളെ പരിചയപ്പെട്ട് കുറെ നാളായെങ്കിലും സലാത്തുൽ ഫാത്തിഹ എന്ത് സലാത്താണെന്ന് ഞാൻ തന്നെ ചോദിച്ചത്. ഞാൻ മൂത്താപ്പട പിള്ളേരുടെ ഉസ്താദന്മാരാണ്. അവർക്ക് ഞാൻ ചോദിച്ചു ഈ സലാത്തുൽ ഫാത്തിഹ എന്താണെന്ന് ഞാൻ ചോദിച്ചു. മനസ്സിലായി. അപ്പൊ അവർ സലാത്തുൽ ഫാത്തിഹ ഉസ്താദന്മാരാ പറഞ്ഞ കിതാബോടി ഉസ്താദന്മാർ. അപ്പൊ സലാത്തുൽ ഫാത്തിഹ പഠിച്ചത് ഞാൻ വയനാട് പോയപ്പോൾ വയനാട് കുറച്ചു ലീവിൽ. അതുപോലെ തന്നെ വേറൊരു സഹോദരി വന്നിട്ടുണ്ട്. അവരുടെ മകളുടെ വിവാഹം ശരിയാവുന്നില്ല. ഒരുപാട് ആലോചനകൾ വരുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് വന്നപ്പോൾ തങ്ങളുപ്പാപ്പ നൂറ ഹബീബി ആറ്റക്കോയ തങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ മകളെ കല്യാണം ശരിയായിട്ടുണ്ടാവുന്നു. അപ്പോൾ ആ മകളുടെ കല്യാണം ശരിയായിട്ടുണ്ട്. ആ സന്തോഷം പറയാൻ വേണ്ടിയിട്ട് ആ ഉമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്.
കല്യാണം ശരിയാവുമെന്ന് പറഞ്ഞ് ഇനി കഴിഞ്ഞ വന്നേ അപ്പൊ കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞു ഇനി വരുമ്പോൾ നിങ്ങളുടെ മകളുടെ കല്യാണം റെഡിയാവും എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ കല്യാണം റെഡിയായി. 13-ാം തീയതി കല്യാണമാണ്. അള്ളാഹു കല്യാണം വളരെ നല്ല രീതിയിൽ നടന്ന് എല്ലാ ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മാറി അള്ളാഹു നല്ലൊരു കുടുംബജീവിതം പൊന്നു സഹോദരിക്ക് നൽകുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. എന്നാലാണ് പരസ്പരം നമുക്ക് വേണ്ടി മറ്റു ആൾക്കാർ ദുആ ചെയ്യും. നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് നമ്മൾ എവിടെ പോയാലും ഞങ്ങൾക്ക് എവിടെ പോയാലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. അവരെ ഹലാലായ മുറാദുകൾ നീ മനസ്സിലാക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞു പോകാൻ. അപ്പൊ നമ്മള് ശരിയാവുമെന്ന് പറഞ്ഞാല് അതാക്കാതെ സംസാരിക്കാൻ അതിനൊന്നും പറഞ്ഞു സംസാരിക്കാൻ പറ്റില്ല. പാമ്പടിന്ന് പറഞ്ഞാൽ കർത്താവ് വേദനിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ മക്കളെ കൊണ്ട് സന്തോഷം നൽകണം. വീടില്ലാത്തൊരുപാട് ആളുകളുണ്ട്, വാടക വീട്ടിലാണ്. അല്ലാഹുവേ വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണം. സ്ഥലമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, റബ്ബേ സ്ഥലം വാങ്ങാനുള്ള സമ്പത്ത് നൽകണം. ആധാരങ്ങളും ബാക്കിലാണ്, സ്വർണ്ണാഭരണങ്ങളും ബാക്കില, നിവൃത്തികേട് കൊണ്ട് വെച്ചതാ എടുക്കാനുള്ള സമ്പത്തിന് ഞങ്ങൾക്ക് കൊണ്ട് പല ഭർത്താക്കന്മാർക്ക് മക്കളെ കയ്യിൽ കൊടുക്കുക. പ്രളയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെട്ട് വാപ്പാനെ മറന്നു, ഉമ്മാനെ മറന്ന്, ഭാര്യനെ മറന്ന്, മക്കളെ മറന്ന്, ഭർത്താവിനെ മറന്ന് മറ്റൊരാളെ കൂടെ ഒളിച്ചോടിപ്പോകേണ്ട നിങ്ങൾക്ക് ഇനി വലിയ മാരകമായ രോഗങ്ങൾ നിങ്ങളെ സമ്പത്ത് തകർക്കുന്ന രോഗങ്ങൾ സ്വീകരിക്കണം. ഇവിടെ വന്നെല്ലാവരും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കേ. ഇവിടെ വന്നവർക്ക് നീ ഹൈറ് നൽകണേ. തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പള്ളവരും എന്തൊക്കെ രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണേ. നീ ശിഫ നൽകണേ. ഞങ്ങളെ സ്വീകരിക്കണേ. ബായി മുടക്കല്ല റബ്ബേ. എന്ത് ചോദിച്ചാലും ഉത്തരം തരുന്ന റബ്ബേ. ഞങ്ങൾക്ക് ഒരുപാട് ഫദ്ല് തന്നിട്ടുണ്ട്, ഇനിയും ഒരുപാട് ഫദ്ല് പറയാൻ ഈ ഭാഗ്യം നൽകണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഞാൻ പറഞ്ഞു, വീഡിയോ ലേശം ക്ലിയർ കുറവുണ്ടാക്കാൻ. ഇവിടെ നല്ല മഴക്കാറാണ്, നല്ല മഴ മൂടി നിൽക്കുകയാണ്. അപ്പോൾ പൊതുവേ ഓടിട്ടൊരു വീടും കാര്യങ്ങളും അതിനോട് ബന്ധപ്പെട്ട മുറ്റും പായെല്ലാം ഇറക്കി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചം കുറവുണ്ട്. പിന്നെ ഞാൻ സൗണ്ടും കുറച്ചൊരു ക്ലിയർ കുറവുണ്ടാവും, കുറച്ച് സൗണ്ട് കുറവുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് സഹോദരിമാരെല്ലാം ഉണ്ട്, എല്ലാവർക്കും ഒന്നും ഇപ്പോൾ ഈ വീഡിയോ ഉൾപ്പെടാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദൂരെ നിന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളെ കേൾപ്പിക്കണം, കാണിക്കണം എന്ന് തോന്നി. അപ്പോൾ അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.